ഡോഗ്സിന് വാങ്ങുന്ന എല്ലാവർക്കും ഉള്ളൊരു വലിയൊരു കൺഫ്യൂഷനാണ് ഏത് ഡോഗ് ബ്രീഡിനെ ചൂസ് ചെയ്യണം എന്നുള്ളത്. എല്ലാ ആൾക്കാരുടെയും ആവശ്യവും ഇഷ്ടവും അനുസരിച്ച് അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡോഗ് ബ്രീഡ്സും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. ഈ ഒരു വീഡിയോയിൽ റോട്ട്വീലർ വേഴ്സസ് അമേരിക്കൻ പിറ്റ്ബുൾ ടെറിയർ ഈ രണ്ട് ഡോഗ് ബ്രീഡിൽ നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡോഗ് ബ്രീഡ് ഏതാണെന്ന് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ എന്തായാലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ ഈ രണ്ട് ഡോഗ് ബ്രീഡ്സും വരുന്നത് പക്ക വർക്കിംഗ് ലൈൻ ഡോഗ് ബ്രീഡ്സിലാണ്. അതിൽ തന്നെ പിറ്റ്ബുൾസിനെ പണ്ട് കാലത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് കാളപ്പോര്, നായ്പോര് അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതേസമയം നമ്മളുടെ റോട്ട്വീലേഴ്സിന് ഉപയോഗിച്ചിരുന്നത് കന്നുകാലികളുടെ സംരക്ഷണത്തിനും പിന്നെ അതുകൂടാണ്ട് ചെറിയ ചെറിയ ഭാരങ്ങൾ കെട്ടിവലിക്കാനും മറ്റും ആയിട്ടാണ്. ആദ്യം തന്നെ ഈ രണ്ട് ഡോഗ്സിന്റെയും ഫിസിക്കൽ അപ്പിയറൻസ് വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റോട്ട്വീലർ തന്നെയാണ് ഫസ്റ്റ് അടിക്കുന്നത്. ഹൈറ്റിലാണെങ്കിലും വെയിറ്റിലാണെങ്കിലും പിറ്റ്ബുളിനെക്കാളും ഏറെ മുന്നിലാണ് റോട്ട്വീലർ. ഇനി ബൈറ്റ് ഫോഴ്സിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ റോട്ട്വീലറിനെക്കാളും വളരെയധികം ഭീകര പരിവേഷമുള്ള ഒരു ഡോഗാണ് പിറ്റ്ബുൾ എങ്കിലും ബൈറ്റ് ഫോഴ്സ് റോട്ടിനെക്കാളും വളരെ കുറവാണ്. റോട്ടിന്റെ ബൈറ്റ് ഫോഴ്സ് വരുന്നത് 328 PSI ആണ്. അതേസമയം പിറ്റ്ബുളിന്റെ ബൈറ്റ് ഫോഴ്സ് വരുന്നത് 235 PSI മാത്രമാണ്. ഇനി ഈ രണ്ട് ഡോഗ് ബ്രീഡ്സിന്റെയും സ്റ്റാമിന വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹൈലി എനർജറ്റിക് ആൻഡ് ആക്റ്റീവ് ലിസ്റ്റിലുള്ള പിറ്റ്ബുൾ തന്നെയായിരിക്കും റോട്ട്വീലറിനെക്കാളും ഒരു പടി മുന്നിലായിട്ട് വരുന്നത്. ബുൾ ഫൈറ്റ് പോലെയുള്ള മത്സരങ്ങൾക്കും മറ്റും ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഡോഗ്സിന്റെ എനർജി ലെവല് ബാക്കിയുള്ള ഡോഗ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കൂടുതൽ തന്നെയാണ്. ഇനി ഈ രണ്ട് ഡോഗ് ബ്രീഡ്സിൽ തന്നെ കൂടുതൽ പ്ലേഫുൾ ആയിട്ടുള്ള ഡോഗ് ഏതാന്ന് നോക്കുകയാണെങ്കിൽ പിറ്റ്ബുൾ ആണ് ഫസ്റ്റ് വരുന്നത്. കാര്യം ഒരു അഡൾട്ട് ആയിട്ടുള്ള റോട്ട്വീലർ അതിൻ്റെ ആ ഒരു പ്രായത്തിന്റെ പക്വത അല്ലെങ്കിൽ ആ ഒരു പ്രായത്തിന്റെ മെച്യൂരിറ്റി പൊതുവെ കാണിക്കുന്ന ഒരു ഡോഗ് ബ്രീഡാണ്. അതേസമയം ഒരു പിറ്റ്ബുള് പൊതുവെ ഇത്തിരിയും കൂടി റോട്ടിനെക്കാളും പ്ലേയിങ് ആയിട്ടുള്ള ഒരു മെന്റാലിറ്റി കാണിക്കുന്ന ഡോഗ് ബ്രീഡും കൂടിയാണ്. ഇതിനർത്ഥം ഒരിക്കലും റോട്ട്വീലർ ഒരു പ്ലേയിങ് ആയിട്ടുള്ള ഒരു ഡോഗ് ബ്രീഡ് അല്ല എന്നല്ല. നമ്മൾ ഈ ഒരു പിറ്റ്ബുളിനെ വെച്ച് നോക്കുമ്പോൾ ഒരു ഇത്തിരി മുൻതൂക്കം വരുന്നത് പിറ്റ്ബുളിന് തന്നെയാണ്. ഈ ഡോഗ് ബ്രീഡ്സിന്റെ ട്രെയിനബിലിറ്റി വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യാന്നുണ്ടെങ്കിൽ രണ്ടിനെയും നമുക്ക് നല്ലപോലെ ട്രെയിൻ ചെയ്യാൻ പറ്റുന്ന ഡോഗ് ബ്രീഡ്സ് ആണ്. പക്ഷേ ഇതിൽ ഒരു ഇത്തിരി മുൻതൂക്കം വരുന്നത് റോട്ട്വീലറിനെയാണ്. കാര്യം പിറ്റ്ബുളിനെക്കാളും ഈസി ആയിട്ട് നമുക്ക് കുറച്ചും കൂടി പെട്ടെന്ന് ട്രെയിൻ ചെയ്യാൻ പറ്റുന്നത് റോട്ട്വീലറിനെയാണ്. ഇനി ഈ കമ്പാരിസന്റെ ഹൈലൈറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അഗ്രഷൻ ലെവൽ. ഈ രണ്ട് ഡോഗ് ബ്രീഡ്സിന്റെയും അഗ്രഷൻ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യാന്നുണ്ടെങ്കിൽ റോട്ട്വീലർ ആണ് പിറ്റ്ബുളിനെക്കാളും ഇത്തിരിയും കൂടി അഗ്രസീവ് ആയിട്ടുള്ള ഡോഗ് ബ്രീഡ് എന്ന് പറയുന്നത്. പിറ്റ്ബുൾസിന് പൊതുവെ ആനിമൽ അഗ്രഷനാണ് കൂടുതൽ. അതേസമയം നമ്മളുടെ റോട്ട്വീലറിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആനിമൽ അഗ്രഷനും ഹ്യൂമൻ അഗ്രഷനും ഉള്ള ഒരു ഡോഗ് ബ്രീഡാണ്. ഇത്തിരിയും കൂടി പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു നേച്ചർ കാണിക്കുന്ന ഒരു ഡോഗ് ബ്രീഡാണ്. അതുകൂടാണ്ട് തന്റെ ഓണറിനെയും കുടുംബത്തിലുള്ള ആരെങ്കിലുമൊക്കെ പുറത്തുനിന്ന് ആരെങ്കിലും ആനിമൽ ആണെങ്കിലും ഹ്യൂമൻസ് ആണെങ്കിലും കടന്നു കയറി അറ്റാക്ക് ചെയ്യാമെന്ന് തോന്നിക്കഴിഞ്ഞാൽ തിരിച്ചങ്ങോട്ട് ആദ്യം തന്നെ ചെന്ന് അത് ഡിഫെൻഡ് ചെയ്യുക അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യാന്നുള്ള ഒരു മെന്റാലിറ്റി എപ്പോഴും കൂടുതലുള്ള ഒരു ഡോഗ് ബ്രീഡ് റോട്ട്വീലർ തന്നെയാണ്. ഒരിക്കലും നമ്മൾ അഗ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണേഴ്സിന്റെ അടുത്തുള്ള അഗ്രഷൻ അല്ല, പൊതുവെ ബാക്കിയുള്ള അപരിചിതരായിട്ടുള്ള ആൾക്കാരോട് അല്ലെങ്കിൽ അപരിചിതരായിട്ടുള്ള മൃഗങ്ങളോടുള്ള പെരുമാറ്റമാണ് അഗ്രഷൻ എന്നുള്ള ഈ ഒരു ടോപ്പിക് കൊണ്ട് ഉദ്ദേശിച്ചത്. അത് ഏറ്റവും കൂടുതൽ വരുന്നത് റോട്ട്വീലറിന് തന്നെയാണ്. ഇനി രണ്ട് ഡോഗ് ബ്രീഡ്സും ഓണേഴ്സിനെ തന്നെ അറ്റാക്ക് ചെയ്തിട്ട് പല കൺട്രികളിലും ബാൻ ചെയ്തേക്കുന്ന ഡോഗ് ബ്രീഡ്സ് കൂടിയാണ്. അത് ശരിക്കും ആ ഓണേഴ്സിന് വളർത്താൻ അറിയാത്തതിനുള്ള കുഴപ്പം കൊണ്ട് മാത്രമാണ്. ഇനി രണ്ട് ഡോഗ് ബ്രീഡ്സിന്റെയും ഗാർഡിങ് എബിലിറ്റി വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിറ്റ്ബുൾ വരുന്നത് ഒരു വാച്ച് ഡോഗിന്റെ കാറ്റഗറിയിലാണ്. അതേസമയം നമ്മളുടെ റോട്ട്വീലർ വരുന്നത് ഒരു പക്ക ഗാർഡ് ഡോഗ്, ഒരു നാച്ചുറൽ ആയിട്ട് തന്നെ ഒരു ഗാർഡിങ് എബിലിറ്റി അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്റ്റിംഗ് ആയിട്ടുള്ള ഒരു എബിലിറ്റി കാണിക്കുന്ന ഒരു ഡോഗ് ബ്രീഡാണ് റോട്ട്. ഇനി കെയറിങ് ആൻഡ് മെയിൻ്റെനൻസ് നോക്കുകയെന്നുണ്ടെങ്കിൽ രണ്ട് ഡോഗ് ബ്രീഡ്സിനെ വളർത്താൻ എളുപ്പം തന്നെയാണ്. ഷോർട്ട് കോട്ടഡ് ആയതുകൊണ്ട് തന്നെ ബ്രഷിംഗ് ഒന്നും അങ്ങനെ കാര്യമായിട്ട് വരുന്നില്ല. ഇനി അത്യാവശ്യം തിരക്കുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇവരുടെ കാര്യങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റാത്ത 1-2 ദിവസമൊക്കെ ഇവരെ ഒറ്റക്കെട്ടൊക്കെ പോകുന്നവരുടെ കാര്യം നോക്കുകയെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഈ രണ്ട് ഡോഗ് ബ്രീഡും അത്ര സ്യൂട്ടബിൾ അല്ല. പ്രത്യേകിച്ചും റോട്ട്വീലർ അതിനെ പ്രോപ്പറായിട്ട് നിങ്ങൾ കെയർ ചെയ്യുന്നില്ല, അതിനോടുകൂടി ടൈം ഒന്നും സ്പെൻഡ് ചെയ്യുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ പയ്യെ ആ ഡോഗ് കുറച്ച് അഗ്രസീവായി മാറാനുള്ള സാധ്യതയുണ്ട്. ഇനി ഈ രണ്ട് ഡോഗ് ബ്രീഡ്സിൽ ഏതാണ് കൂടുതൽ ചിൽഡ്രൻസ് ഫ്രണ്ട്ലി എന്ന് നോക്കുകയാണെങ്കിൽ പിറ്റ്ബുൾ ആണ് കൂടുതൽ ചിൽഡ്രൻസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡോഗ്.
റോട്ട് പൊതുവേ ചിൽഡ്രൻസിനോട് ഫ്രണ്ട്ലി തന്നെയാണ്. പൊതുവേ നമ്മൾ ചെറുപ്പം മുതലേ സോഷ്യലൈസ് ചെയ്ത് വളർത്തുക എന്നുണ്ടെങ്കിൽ കൂടുതലും നമ്മളുടെ കുട്ടികളെയൊക്കെ ഒരു പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു നേച്ചർ കാണിക്കുന്ന ഡോഗ് ബ്രീഡാണ് റോട്ട്. പക്ഷേ ഈ രണ്ട് ഡോഗ് ബ്രീഡ്സിലും ഏറ്റവും കൂടുതൽ ചിൽഡ്രൻസ് ഫ്രണ്ട്ലി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിറ്റ്ബുൾ ആണ് ആൻസർ വരിക. ഇനി രണ്ട് ഡോഗ് ബ്രീഡ്സിൻ്റെയും ഫുഡ് ആൻഡ് എക്സ്പെൻസ് നോക്കുക എന്നുണ്ടെങ്കിൽ രണ്ടും ഏകദേശം സെയിം തന്നെയാണ് വരുന്നത്. പക്ഷേ പിറ്റ്ബുള്ളിന് നിങ്ങൾ അതിൻ്റെ ബോഡി ഡെവലപ്മെൻ്റ് ഒക്കെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലുള്ള ഫുഡാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ മാത്രം നമുക്കൊരു ഇത്തിരിയും കൂടി മെയിൻ്റെനൻസ് കൂടുതൽ അല്ലെങ്കിൽ ഫുഡ് എക്സ്പെൻസ് കൂടുതലായിട്ട് വരുന്നത് പിറ്റ്ബുള്ളിനാണെന്ന് പറയാൻ പറ്റും. അല്ലാത്ത സാധാരണ രീതിയിൽ തന്നെയാണ് നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്നതെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണത്തിനും ഏകദേശം സെയിം ആയിട്ടുള്ള ഫുഡ് ആൻഡ് എക്സ്പെൻസ് തന്നെയാണ് വരുന്നത്. ഇനി രണ്ട് ഡോഗ് ബ്രീഡ്സിലും ബെസ്റ്റ് ഫോർ ഫസ്റ്റ് ടൈം ഡോഗ് ഓണേഴ്സ് ആണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ പിറ്റ്ബുൾ ആണ് ഇതിൽ രണ്ടിലും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. കാര്യം റോട്ട് വീലർ അത്യാവശ്യം എക്സ്പീരിയൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്യാവശ്യം ഡോഗ്സിനെ വളർത്താൻ അറിയുന്ന ആൾക്കാർക്കാണ് പ്രിഫർ ചെയ്യുന്നത്. അതേസമയം ആദ്യമായിട്ട് ഡോഗിനെ വളർത്തുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇതിൽ പിറ്റ്ബുൾ ആയിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. പിറ്റ്ബുള്ളിൽ തന്നെ ചില ലൈനേജിൽ വരുന്ന ഡോഗ്സ് മാത്രമാണ് അഗ്രസീവ് ആയിട്ടുള്ള ബിഹേവിയർ കാണിക്കുന്നത്. അല്ലാണ്ട് ഒരിക്കലും എല്ലാ പിറ്റ്ബുൾസും അഗ്രസീവ് അല്ല, ഫ്രണ്ട്ലി ആയിട്ടുള്ള ബിഹേവിയർ ആണ് അധികം കാണിക്കുന്നത്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ നമ്മുടെ പിറ്റ്ബുള്ളിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഉണ്ട്, അത് കണ്ടു നോക്കുക. ഇനി ഈ ഡോഗ് ബ്രീഡ്സിൻ്റെ പ്രൈസ് നോക്കുകയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് പ്രൈസിൽ നല്ല രീതിയിൽ വ്യത്യാസം വരുന്നുണ്ട്. പിറ്റ്ബുള്ളിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 25 to 30 നമുക്ക് കുഴപ്പമില്ലാത്ത ഒരു ക്വാളിറ്റിയുള്ള ഡോഗ്സിന് കിട്ടും. അതേസമയം നമ്മുടെ റോട്ടിൻ്റെ പ്രൈസ് ഒരു 15,000 തൊട്ട് മുകളിലോട്ടാണ് വരുന്നത്. അതും ക്വാളിറ്റി അനുസരിച്ചാണ് പ്രൈസിൽ വ്യത്യാസം അധികവും വരുന്നത്. ചുരുക്കി പറയാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പവർഫുള്ളും ഇൻ്റലിജൻറ്റുമായിട്ടുള്ള ഒരു വാച്ച് ഡോഗിനെ വേണമെന്നുണ്ടെങ്കിൽ പിറ്റ്ബുള്ളിനെ സെലക്ട് ചെയ്യാം. അതേസമയം നിങ്ങൾക്ക് വളരെ പവർഫുൾ ആൻഡ് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഗാർഡ് ഡോഗിനെ വേണമെന്നുണ്ടെങ്കിൽ റോട്ട് വീലറിനെയും സെലക്ട് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ദെൻ ഹാവ് എ നൈസ് ഡേ.